ഓം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഇന്ന് 17-ാം ദിവസം സുഗ്രീവ രാജാഭിഷേകം. അതായത് സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അവിടെ മുതൽ സുഗ്രീവ ലക്ഷ്മണന്മാർ ശ്രീരാമസന്നിധിയിൽ പറഞ്ഞ ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോ അവിടം വരെ. ഓം ഹർഷേ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാവിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. സുഗ്രീവരാജ്യാഭിഷേകം. സുഗ്രീവനോടൊരു ചെയ്താനന്തരം അഗ്രജപുത്രനാമംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദ്യ കർമ്മങ്ങളെ പുണ്യകപര്യന്തമാകന്ത ചെയ്കനേ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കി തുടങ്ങിനാൻ. സൗമ്യമായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം പേരി മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത സ്നാത്വാ ജഗാമരുഗോത്തമസന്നിധോ. മന്ത്രികളോടും പ്രണമ്യ പദാംബുജമന്തർമുദാ പറഞ്ഞാൻ കവിപൊങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണം ഇനി പൂജനാകും നിന്തിരുപടി സാദരം. ദാസനായുള്ളൊരടിയനിനി തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശതേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകളിത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുൾ ചെയ്തൊരു കൂത്തമൻ. നീ തന്നെ ഞാനതിനില്ലൊരു സംശയം. പ്രീതനായി പോയാലും ആശുമമാജ്ഞയാ രാജ്യാധിപത്യം നിനക്കു തന്നേനിനി പൂജനായി ചെന്നഭിഷേകം കഴിക്കനേ. നൂനമൊരു നഗരം പോവുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം. സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജാർത്ഥാഭിഷേചയ പ്രഭോ. സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുകനേ. അദൃശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യ പ്രഭൃതി ചാതുർമാസ്യമാകുലാൽ. പിന്നെ വരിഷം കഴിഞ്ഞാൽ അനന്തരമന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുകനേ. തന്നെങ്കി താനിരിപ്പേടമറിഞ്ഞു വന്നെന്നോട് ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്കനേ നിത്യസുഖത്തോടു ധാരാത്മജൈ സമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട്
സുഗ്രീവനും ചെന്നു പുരിപുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ. സോദരനോടും പ്രവർഷണാഖ്യേ ഗിരോസാദരൻ ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതമൂർധശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹ്വരം കാണായി. സ്ഫാടിക ദീപ്തി കലർന്നു വിളങ്ങിന കാടകദേശം മണിപ്രഭരോജ്വലം. വാദപരിഷകിമാധവ വാരണം വാദപവൃന്ദഫലമൂല സഞ്ചിതം. തത്രൈവ വാസായ രോചയാമാസ സൗമിത്രണ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാതിരൂപം ധരിച്ചന്വകം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ. സ്ഥാവര ജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധി വിരതനായേകാന്തദേശേ മരുവം ദശാന്തരേ. ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളീടിനാൻ. കേൾക്കയിലാഗ്രഹം ഭാരം ക്രിയാമാർഗമാഖ്യാകി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമികൾക്കു മോക്ഷതമ്പോൾ അത് വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദ വ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്ന നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയനോ മുക്തിപ്രദമുപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകമാകയുമുണ്ടല്ലോ. ലക്ഷ്മണനേവ ഉണർത്തിച്ച നേരത്തെ തക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു. ക്രിയാമാർഗോപദേശം. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ. തന്നുടെ ഗൃഹോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരമാചാരപൂർവം ആരാധിക്കാമെടോ. തൃക്കമലത്തിങ്കലാകിലുമാം അഗ്നിഭഗവാങ്കലാകിലുമാമടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും തണ്ടിലത്തിങ്കലും നല്ല താളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണാ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം ബ്രഹ്മാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നോ യജിക്ക കവിസുകൊണ്ടാദരാൽ അർക്കന തണ്ടിലത്തിങ്കലെന്നാകിലോ. മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ ഭാര്യയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യപൂജാദികൾ എന്തു പിന്നെ പറയണമോ ഞാനെടോ. വസ്ത്രാജിന കുശാദ്യങ്ങളായ ആസനമുത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സന്മുഖേ ശാന്തനായി ചെന്നിരുന്ന വിർമുത ലിപിന്യാസം കഴിക്കണം. ചെയ്തുക തത്വന്യാസവും
കേശവാദ്യേന ചെയ്ക മമ മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണ ഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്തൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും മധുബർക്കാർത്ഥമാശനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം. ചേപ്പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസജ്ഞം തടിദുജ്വലാം കൃക്കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തമെന്നുറയ്ക്കേണമിളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവും അർഘ്യം തഥാ മധുബർക്കമിത്യാദി പുനഃസ്നാന വസ്ത്രവിഭൂഷണൈ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ. ആകമോക്തപ്രകാരേണ നീരാജനൈർ ധൂപദീപൈ നിവേദ്യൈർ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും പൂജിക്കുമറിക നീ. ഹോമമഗസ്ത്യോക്തമാർഗ ഉണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയെ ഭക്ത്യാ പുരുഷസൂക്തം കൊണ്ടു മാമടോ ചിത്തതാരിങ്കൽ നിനയ്ക്കാകുമാരാ നീ. ഔവാസനാഗ്നോ ചരുണാകവിഷാദ സോവാദിന ചെയ്ക ഹോമം മഹാമതേ തപ്തജാംബൂനദ പ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം. മാമേവ വന്യമത്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ കൃതിഭക്ത്യാ ബോധോത്തമൻ പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാവേൻ മന്ത്രവത് ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രവാസന്നാഗവല്ലീദളാദിം ദത്വാ മദഗ്രേ മഹാപ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാടാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകം പ്രസാദത്തെയും പുനരുത്തമാകെ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാദ്യ ഇതി മുഹൂരുക്ത്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ്മകസിംഗലിത്തം ദിനമനു പൂജയ്ക്കമത്സഖേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരുമൈകിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ. ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോടശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജഗന്മോഹിനീ നാഥേ മമ പ്രിയേ ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയം ദേവദേവന്നു വരാതെ ചമഞ്ഞതു സൗമിത്ര തന്നുടെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടും അറിവും ചില നേരം. ഹനുമാൻ സുഗ്രീവ സംഭാഷണം. ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനമങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജനഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്ര, നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ മുന്നമേ സത്യംവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിപ്പീലതേതും എന്നുടെ മാനസേ തോന്നുന്നിരുന്നകോ. ബാലി മഹാബലവൻ കപിപുങ്കവൻ ത്രിലോക്യ സമ്മതൻ ദേവരാജാത്മജൻ
നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തത്. രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നേടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാശോവാ പരശോധവാ തവ മൃത്യു ഭവിക്കുമതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാവേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനി ശക്തനായി പാനവം ചെയ്തു മതിമറന്നന്വകം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം. അഞ്ജനാനന്ദനൻ തന്നുടെ വാക്കുകേട്ട അഞ്ജസാവീതനായോരു സുഗ്രീവനും തരമായവൻ തന്നോട് ചൊല്ലിനാൻ, സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലും അമാത്യന്മാരുണ്ടെങ്കിലോ വൃത്തീശനാപത്തുമെത്തുകയില്ലല്ലോ. സത്വരമെന്നുടെ ആജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കലേക്കും അയച്ചിടണം. സപ്തദീപസ്ഥിതന്മാരായ വാനര സത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം. നേരെ 10,000 കവി വീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം പക്ഷം കഴിഞ്ഞു വരുവെന്നാകിലോ. ബദ്ധ്യനവനതിനില്ലൊരു സംശയം, സത്യം പറഞ്ഞാലിളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം ബുക്കിരുന്നിടിനാൻ. പത്രുനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനര സത്തമന്മാരെയും 10 ദിക്കിന്നുമയച്ചാൻ. അഭിമതദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം വായുവേഗപ്രചാരേണ കവികുലനായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാദ്യ തൃപ്താത്മനാ മായാ മനുഷ്യകാര്യാർത്ഥമതിദ്രുതം. ശ്രീരാമന്റെ വിരഹതാപം. രാമനും പർവ്വതമൂർത്തന് ദുഃഖിച്ചു വാമിനിയോടും പിരിഞ്ഞു വാഴും വിധോ താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ, പാപമയ്യോ മമ കൺകുമാരാ നീ. ജാനകി ദേവി മരിച്ചിതോ ഉത്തത്തിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ. നിശ്ചയിച്ചതും അറിഞ്ഞതുമില്ലല്ലോ കച്ചിൽ പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്ന് ചൊല്ലിയിടുകിൽ കേവലമെത്രയും ഇഷ്ടനവൻ മമ. എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകെ ഞാൻ ഇങ്ങു ബല കൊണ്ടുപോരുവൻ നിർണയം. ജാനകി ദേവിയെ കട്ട കള്ളം തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ. വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതും അതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതോ. ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തതാ വന്നു തടവീടുകന്നെയും സാദരം. നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോ ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടി ദിവാനിശം മദ്യപാനാസക്ത ചിത്തനാങ്കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ. വന്നു ശരക്കാലമെന്നത് കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നിടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവേനവൻ കൃതജ്ഞന്മാരിൽ നിർണയം.
ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്കനെ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അഗ്രജമാർഗം ഗമിക്കേണമെന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം. ഇത്തമരുൾ ചെയ്ത രാഘവനോടതിക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിയിടിനാൻ. വധ്യനായൊരു സുഗ്രീവന സത്വരം കത്വാ വിടകൊൾവനദ്യാതവാന്തികം. ആജ്ഞാപയാശു മാം എന്നു പറഞ്ഞതിപ്പാജ്ഞനായൊരു സുമിത്രാതനയനം. ആദായ താപതൂണീര ഖഡ്ഗങ്ങളും ക്രോധേന കേന്തും അഭ്യുദ്ധതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ. പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു, കന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി, കിന്തു ഭയപ്പെടുത്തിയിടുകന്നേ വരൂ. ബാലിയെപ്പോലെ നിരഗംഭീരമോടു കാലപുരത്തിനു പോകാമറിക നീ. ഇത്തം അവനോട് ചെന്ന് ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിനനുരൂപമാകൂതമോർത്തു കർത്തവ്യമനന്തരം. ലക്ഷ്മണൻ സുഗ്രീവനെ കാണാൻ പോകുന്നു. അഗ്രജന്മാജയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു ഭൂമിപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലൻ. അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ. മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ച പരാവരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുക്തമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മോഹ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയതാ. രാമനായി മാനുഷ വ്യാപാര ജാതയാം രാമായണാഭിധാമാനന്ദദായിനീം സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാനാനന്ദപുരുഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ തത്തക്രിയാകാലദേശോചിതം നിജചിത്തേ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ. സത്വാദികളം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാനം വ്യക്തനദ്വയൻ. കാമാദികളാൽ അവിലിപ്തൻ അവ്യയൻ വ്യോമവത് വ്യാപ്തൻ അനന്തൻ അനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകന് ചിലരറിഞ്ഞിടുവോർ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടതു. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രുക്കിലുകില ശബ്ദം പരവശാൽ വപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം. മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പില അഭ്യുജ്യതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു വല്ലൂക വൃന്ദവും വല്ലാതെയായതോ. ലക്ഷ്മണനാഗതനായതറിഞ്ഞത തക്ഷണമംഗതനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ശ്ലേഷവൻ ചെയ്തവനോടു ജാതമോദം
സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛവത്സത്തം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമവിളംബിതം വരം. ഉഗ്രനാമഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവൻ സുഗ്രീവനക്ഷണാൽ. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിൽ അതേപോരും എന്നരുൾ ചെയ്തതു ചെന്നു പറകന്ന് ചൊന്നത് കേട്ടൊരു ബാലിതനയനം. തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിന്. കാവേയ ഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തതല്ലായിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവൻ അതു കേട്ടു മന്ത്രിപ്രവരരാമാരുതി തന്നോട് ചിന്തിച്ച് ചൊല്ലിനാൻ. അങ്കദനോടുകൂടന്തികെ ചെന്ന് വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരുക ശാന്തനായൊരു സുമിത്രാതനയന്. മാരുതിയെ പറഞ്ഞേവമയച്ചത താരയോടർക്കാൽമജൻ പറഞ്ഞിടിനാൻ. താരാതിമാനനെ പോകേണമാശു നീ താരേ മനോഹരേ. ലക്ഷ്മണൻ നിന്നുടെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ. പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം. ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനം മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ. സത്യാകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തുവാകെ നിന്നരുളുവാൻ അന്തഃപുരത്തിലമ്മാരെഴുന്നള്ളണം. രാജതാരങ്ങളെയും നഗരാഭയം രാജാവ് സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു. യൂതമന്മാരുവീടും മണിമയ സൗധങ്ങളും പുരുശോഭയും കണ്ടു കണ്ടാനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യാൻ ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യമുഖിയായ മാനിനി താരാജഗൻ മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാൾ. അഹോതവ മന്ദിരമായതിതെന്ന് അറിഞ്ഞില്ലയോ, മന്ദിരമായതിതെന്നറിഞ്ഞില്ലയോ. ഭക്തനായത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. ചാവല്യമേറുമേ ജാതികൾ കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ ബാണാൻ അതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവെന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടതോ 10 ദിക്കീനങ്കവികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാണിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെയൊടുക്കുവാൻ ശക്തരത്രേ കവി സത്തമന്മാരെല്ലാം. പുത്രകളത്രമിത്ര അന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും. താരാവതനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്ന് സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു വന്ദിച്ചു മത്തനായി. വികുലിതേക്ഷണനാം ഭവിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ.
നീ രഘുസത്തമെന്തെന്നെ മറന്നതെന്തിങ്ങനെ? വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നറിക നീ. അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനെൻ ചൊല്ലിനാൻ. ഇത്തമരുൾ ചെയ്വതിനെന്തു കാരണം? ഭക്തനേറ്റം പുരുഷോത്തമങ്ങൾ കവിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നതു താമസമെന്നിയേ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയില്ലേതും വിസ്മയമമ്മാറു കണ്ടീലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കുമാമയമെന്നിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ട് സൗമിത്രിയുമാരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവനർഘ്യപാദോദ്യേന പൂജ ചെയ്തഗ്രവാകെ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാകന്ധരാഘവകാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകപ്രിയത്തക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ഭവാൻ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും നിയോഗത്തെ വഹിക്കുന്നു. ആർക്കാൽമജന്മൊഴി കേട്ട് സൗമിത്രി മുൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ട് പറഞ്ഞിതു ഞാനടോ. വൈകാതെ പോകവനത്തിനു നാമിനെ രാഘവൻ താനേ വസിക്കുന്നതുമെടോ. ലക്ഷ്മണ സുഗ്രീവന്മാർ ശ്രീരാമസന്നിധിയിൽ പ്രവേശിക്കുന്നു. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ലെന്ന് സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശംഖാദി നാദത്തോടും അഞ്ജനാപുത്ര നീലാംഗതാതീരലം അഞ്ജസാ വാനരസേനയോടും തഥാ ചാമര ശ്വേതാതപത്രം വ്യജനവാൻ സാമരസൈനനാകണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന്നാമോദമൂട് നടന്നു കപിവരൻ. ഗഹ്വരദ്വാരശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ശ്രീരാജിനതരം ശ്യാമം ജഡാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരകസന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയസേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കവിവരൻ. തേരിൽ നിന്നാശുതാരത്തിറങ്ങിടിനാൻ വീരനായൊരു സൗമിത്രിയോടും തഥാ. ശ്രീരാമപാദാരവിന്ദാന്തികെ വീണു പൂജിച്ചു ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടുകാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലീ ഭവാനെന്നുര ചെയ്തുടനൈക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആദിത്യമായുള്ള പൂജയും ചെയ്തുളവാദിത്യപുത്രനും പ്രീതി പൂണ്ടണ്ടുലോ. ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാണ്ടുലോ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ.